രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ട് ദേശീയ ശ്രദ്ധ ആകർഷിച്ച മണ്ഡലമാണ് വയനാട്. വയനാട് രാഹുൽ ഗാന്ധി രണ്ടാമതും മത്സരിക്കുന്നു എന്നത് കേരളത്തിൽ യു.ഡി.എഫിന് വലിയ ആവേശം നൽകുന്ന ഒരു കാര്യമാണ്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിലേക്കുള്ള വരവ് അല്പം വൈകും എന്നാണ് അറിയാൻ കഴിയുന്നത്. അടുത്ത മാസം 1-ാം തീയതിയോ 2-ാം തീയതിയോ ആയിരിക്കും അദ്ദേഹം മണ്ഡലത്തിലെത്തുക എന്ന വിവരമാണ് കോൺഗ്രസ് നേതാക്കളിൽ നിന്നും ഇപ്പോൾ ലഭ്യമാകുന്നത്. അദ്ദേഹം വരികയാണെങ്കിൽ തന്നെ ആ ദിവസം പത്രിക സമർപ്പിച്ച് മടങ്ങുകയായിരിക്കും ചെയ്യുക. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി റോഡ് ഷോയ്ക്കും മറ്റുമായിട്ട് അദ്ദേഹം പിന്നീട് ഒരിക്കലായിരിക്കും വരിക എന്ന വിവരമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് രാജ്യത്തെ മറ്റ് പല മണ്ഡലങ്ങളിലും പ്രചരണത്തിന് വേണ്ടി സമയം മാറ്റിവെക്കേണ്ടത് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ വയനാട്ടിലേക്കുള്ള വരവ് വൈകിയിട്ടുള്ളത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന വിശദീകരണം. എന്താണെങ്കിലും മണ്ഡലത്തിലെ പ്രചരണം പക്ഷേ തകൃതിയായിട്ട് തന്നെ പുരോഗമിക്കുന്നുണ്ട്. ഓരോ മണ്ഡലങ്ങളിലെ കൺവെൻഷൻ ഇന്നത്തോടുകൂടി പൂർത്തിയാക്കും. ഇന്ന് മാനന്തവാടി കൺവെൻഷനുണ്ട്. അതോടുകൂടി മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയാക്കും. അതിനുശേഷം പഞ്ചായത്ത് തല കൺവെൻഷനുകൾ, അതിനുശേഷം ബൂത്ത് തല പ്രവർത്തനങ്ങൾ തുടങ്ങും. അത്തരത്തിൽ വളരെ ഊർജിതമായിട്ട് തന്നെ യു.ഡി.എഫിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ രാഹുൽ ഗാന്ധിയുടെ അഭാവത്തിലും വയനാട് പുരോഗമിക്കുന്നുണ്ട്. 2-ാം തീയതിയോ 3-ാം തീയതിയോ എന്തായാലും അടുത്ത മാസം 1-നും 3-നും ഇടയ്ക്ക് അദ്ദേഹം മണ്ഡലത്തിലെത്തും എന്ന വിവരം മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. അതേസമയം മറുവശത്ത് ആനിരാജയാണ്, CPIയുടെ മുതിർന്ന നേതാവ് ആനിരാജയാണ് വയനാട് മത്സരിക്കുന്നത്. അവർ മൂന്നാം ഘട്ട പര്യടനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പര്യടനം വളരെ നേരത്തെ തന്നെ അവർക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നത് വളരെ ആത്മവിശ്വാസം CPIക്കുണ്ട്. കാരണം രാഹുൽ ഗാന്ധിക്കെതിരെ ആനിരാജ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിനേറെ ദേശീയ പ്രാധാന്യമുണ്ട്. അതേസമയം BJP ആകട്ടെ NDA ആകട്ടെ അവരുടെ സ്ഥാനാർത്ഥികളെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുമില്ല. എന്തു തന്നെയാണെങ്കിലും വരും ദിവസങ്ങളിൽ ഈ ഒരു NDAയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി വരുന്നതോടെ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് ചിത്രം കുറെ കൂടി വ്യക്തമാകും. നമ്മൾ രാഹുൽ ഗാന്ധിയുടെ വരവിനായി കാത്തിരിക്കുകയാണ് UDF.